ഇന്ന് നമ്മൾ പഠിക്കുന്നത് മിക്സഡ് ഫ്രാക്ഷൻ അഥവാ മിശ്ര ഭിന്നമാണ്. ഇത് നമ്മളിങ്ങനെ ഈ രൂപത്തിൽ കിടക്കുന്നതാണ് മിശ്ര ഭിന്നം അഥവാ മിക്സഡ് ഫ്രാക്ഷൻ. ഇതാ ഇങ്ങനെ വരുന്ന പ്രോബ്ലംസ് എല്ലാം ഇത് വായിക്കുന്നത് 1 and 2/3 എന്നാണ്. 1 and 2/3 അല്ലെങ്കിൽ 1 3 2. അപ്പോൾ നിങ്ങളിത് പെട്ടെന്ന് ചെയ്യുന്നതിന് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇതും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, ഇത് ആഡ് ചെയ്യുക. അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. 3 1 3 3 2 എത്ര 5 5 എന്ന് എഴുതിയിട്ട് ആ താഴെ കിടക്കുന്ന നമ്പർ അങ്ങ് എഴുതുക. ഓക്കെ, ഇതും അതുപോലെയാണ്. 4 ഇത് കണ്ടോ, 4 5 4 ഇതും മൾട്ടിപ്ലൈ ചെയ്യുക. 5 4 20 20 2 എത്ര 22 22/5. ഇത് വേറെ രീതിയിലും ചെയ്യാം. ഇതാണ്ടേ ഇതിനെ ഇങ്ങനെ എഴുതിയിരിക്കുന്നതിനെ ഒന്ന് അകത്തി എഴുതാം. 1 + 2/3 എന്നാണ് ഇത് വായിക്കുന്നത്. ഇത് യഥാർത്ഥം ഇങ്ങനെ ഈ കിടക്കുന്നതിനെ മാറ്റുമ്പോൾ ഇതുപോലെ വരും 1 + 2/3. പിന്നെ ഈ കിടക്കുന്നതിന് നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം. മുമ്പേ ചെയ്തതുപോലെ ഇവിടെ ചെയ്തതുപോലെ എന്ത് ചെയ്യാം, 3 × 1 3 3 2 എത്ര 5 5/3. ഈ കിടക്കുന്നതിനെ ആണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് കണ്ടോ, 4 + 2/5 കണ്ടോ. അതിനെ 4 5 5 4 20 20 2 എത്ര 22/5. ഇതൊന്നുമല്ലാതെ വേറൊരു മെത്തേഡും കൂടെ ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഈ സാധനം എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ ഈ സാധനം എന്നൊക്കെ പറയുന്നത് ഇതിനെ വെച്ച് ഞാനൊന്ന് പറയാം. അപ്പോൾ ഇതിനേതാ നമ്മൾ പെട്ടെന്ന് എഴുതി ഇതിനെ ഒന്നും കൂടെ റീഅറേഞ്ച് ചെയ്ത് ഇങ്ങനെ എഴുതാം. ഇതിനെ ഒന്നും കൂടെ റീഅറേഞ്ച് ചെയ്ത് വേറെ രീതിയിലും ചെയ്യാം. അതായത് 4 എന്ന് പറഞ്ഞാൽ 4/1 എന്ന് പറഞ്ഞ് അങ്ങ് ഇട്ട് കൊടുക്കും. എന്നിട്ട് ഇതൊരു ഫ്രാക്ഷൻ ആയതുകൊണ്ട് ഇതിനെ അങ്ങ് ഫ്രാക്ഷൻ ആക്കുന്നു. എന്നിട്ട് ഇതിനെ അങ്ങ് സോൾവ് ചെയ്യും. ഇതിനെ സോൾവ് ചെയ്യാൻ മുൻ വീഡിയോസിൽ കൊടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ നോക്കി പഠിക്കുക. ഇതിനെ അറിയാമല്ലോ, ക്രോസ് മൾട്ടിപ്ലൈ. എന്നാൽ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേക്കാം. ഇത് താഴെ കിടക്കുന്ന രണ്ട് ഡിഫറൻറ്റ് ആയതുകൊണ്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് കണ്ടോ 4 5 20 + 1 2 2. അപ്പോൾ 22 22/1 5 അങ്ങനെയാണ് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ 3 മെത്തേഡിൽ ചെയ്യാം. ഇത് ഒന്നുകിൽ ഇവിടെ ഇട്ട് തന്നെ എന്ത് ചെയ്യാം, ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പ്ലസ് ഇട്ട് എഴുതാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, താഴെ ഒരു 1 കൊടുത്തിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. എങ്ങനെ ചെയ്താലും ഒരേ ഉത്തരമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഇതുപോലെ 1 2 പ്രോബ്ലംസ് ഒന്ന് ചെയ്ത് നോക്കാം. ഇപ്പോൾ മൈനസ് വന്നാലോ, ആ മൈനസ് ഉത്തരത്തിലോട്ട് അങ്ങ് കൊടുത്തിട്ട് ഇതിനെ പഴയതുപോലെ അങ്ങ് ചെയ്താൽ മതി. വേറെ ഒന്നും ചെയ്യണ്ട. 2 3 6 6 1 എത്ര 7 7/2 എന്നങ്ങ് എഴുതിയാൽ മതി. ഇതും ഇങ്ങനെയാണ്. ഇപ്പോൾ 2 മിക്സ്ഡ് ഫ്രാക്ഷൻ തമ്മിൽ ആഡ് ചെയ്യാനാണ് കണ്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുന്നത് 3 1 3 3 1 4 3 1 3 3 4 7 7/3 എന്ന് എഴുതുന്നു. പ്ലസ് അത് കഴിഞ്ഞ ശേഷം എത്ര 4 2 8 8 3 11 11/4 എന്ന് പറഞ്ഞ് എഴുതുന്നു. ഇനി ഈ ഫ്രാക്ഷനെ സോൾവ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മുൻ വീഡിയോ നോക്കിയാൽ മതി. കണ്ടോ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. താഴെ ഡിഫറൻറ്റ് നമ്പർ ആയതുകൊണ്ട് കണ്ടോ, LCM ഒന്നും എടുക്കേണ്ട കാര്യമില്ല. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മളിതിൻ്റെ ആൻസർ എഴുതുന്നു. കണ്ടോ, അത്രയേ ഉള്ളൂ. ഇവിടെ ഇതുപോലെ തന്നെ കണ്ടോ, ഒരു മൈനസ് ഉണ്ട്. മൈനസ് ഉള്ളതുകൊണ്ട് ആ മൈനസ് അങ്ങോട്ട് കൊടുത്തിട്ട് 3 1 3 3 2 എത്ര 5 5/3 എന്ന് എഴുതുന്നു. മൈനസ് കണ്ടോ 2 4 8 8 1 എത്ര 9/2 എന്ന് എഴുതുന്നു. ഇത് കണ്ടോ, താഴെ കിടക്കുന്ന 2 ഡിഫറൻറ്റാണ്. അങ്ങനെ വരുമ്പോൾ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. കണ്ടോ, 2 5 10 മൈനസ് 9 27/2 3 6 കണ്ടോ. -10 -27 മുൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നോക്കുക. അറിയാമല്ലോ. അല്ലെങ്കിൽ ആ നമ്പർ ലൈൻ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്പേഴ്സിനെ നിരക്കി അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക. അറിയാമല്ലോ. അപ്പോൾ അതിൻ്റെത് 37 എന്ന് പറഞ്ഞിട്ട് ആ മൈനസും കൂടെ കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യണം, 6 എഴുതുക. ഒന്ന് പറഞ്ഞേക്കാം, ഒരേ സൈൻ വന്നാൽ കണ്ടോ, രണ്ടിനും ഒരേ സൈൻ വന്നാൽ ആഡ് ചെയ്തിട്ട് കോമൺ സൈനും കൊടുത്താൽ മതി. അത്രയേ ഉള്ളൂ. അപ്പോൾ ബാക്കി ഇതുപോലുള്ള പ്രോബ്ലംസൊക്കെ നിങ്ങൾ സ്വയം ഒന്ന് ചെയ്ത് പഠിക്കുക. എന്തെങ്കിലും സംശയമുള്ളവർ കമൻറ്റ് ബോക്സിൽ ഇടുക. എല്ലാവരും ഒന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്സൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക.